ഇസ്രായേലിന്റെ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ ഇറാനിലുടനീളം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഇറാൻ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന കൂടി പുറത്തിറക്കി. പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വരൂ, ഇറാന്റെ പ്രതിരോധ സംവിധാന ശക്തികൾ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് ഇസ്രായേലിലേക്ക് തിരിച്ചടിക്കേണ്ടത്, ഏതൊക്കെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യവും കാണിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ അക്രമത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന തരത്തിലാണ്. ഏറെക്കുറെ ഇസ്രായേലിന്റെ അകത്ത് ഇറാനെ ആക്രമിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും 4-5 ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ സംവിധാന കാര്യങ്ങൾ ഇസ്രായേൽ ഒരുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ചില ഇസ്രായേലി മീഡിയകൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് ഇസ്രായേലിന്റെ ഒരു പാളിച്ചയായിട്ട് പോലും കണക്കാക്കുന്നു. കാര്യമെന്ന് പറയുന്നത്, ശത്രു രാജ്യത്തിന്റെ ഏതെങ്കിലും മേഖലയെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചാൽ അവരുടെ ആ രഹസ്യമായിരിക്കുന്ന സംവിധാനം യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും യഥാർത്ഥത്തിൽ അറിയില്ല. ആ സമയത്ത് മാത്രമാണ് സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്നോ ഇത്തരം ഒരു ഉത്തരവുണ്ടാവുക. നിങ്ങൾ ഇന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ആക്രമണം നടത്തണം എന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇസ്രായേലിന്റെ മുൻപുള്ള യുദ്ധത്തെ വിലയിരുത്തിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. എന്നാൽ ഇപ്പോ ഏറെക്കുറെ അവർ വല്ലാത്ത രീതിയിൽ ഭയപ്പാടിലാണ്, വെപ്രാളത്തിലാണ്. ചെയ്യേണ്ട പ്രവൃത്തികൾ എങ്ങനെയെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇസ്രായേലിനെ മൊത്തത്തിൽ പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തങ്ങൾ ഇന്ന ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം നടത്തുക എന്നുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ സാധ്യത മീഡിയക്കാർ പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, യുദ്ധത്തിന് ഏറെക്കുറെ തയ്യാറെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ യുദ്ധ വിമാനം ഉപയോഗിച്ച് S-35 ആണ് അതിൽ പരാമർശിക്കുന്നത്. S-35 ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് ലക്ഷ്യമാക്കുന്നത്. അതിൽ ഓയിൽ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയം നിർമ്മിക്കുന്ന മേഖലയാണ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് 5 എണ്ണത്തിന്റെ ഏകദേശ ലിസ്റ്റ് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഓയിൽ മേഖല, റിഫൈനറിയുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണമാണ്. രണ്ടാമത്തേത് അവരുടെ സായുധ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സായുധ മേഖല എന്ന് പറയുന്ന സമയത്ത് അവിടെ ആയുധ ശേഖരണ സംഭരണി ഏത് മേഖലയാണ് എന്നുള്ളതിന്റെ രഹസ്യം ഞങ്ങൾ കിട്ടിയിരിക്കുന്നു. ആ കാര്യമാണ് അത്. അവർ പറയുന്ന കാര്യം, ഇത്തരം ഒരു അക്രമത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചാൽ പിന്നീട്ടുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് നിർണായകമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇറാഖിന്റെ യുദ്ധ സമയത്ത് അമേരിക്ക പ്രയോഗിച്ച് അതായിരുന്നു. 2 മേഖല അവർ കാര്യമായിട്ട് രീതിയിൽ ആക്രമിച്ചു. അതിലൊന്ന് ആയുധ ശേഖരണ മേഖല. അത് എവിടെയാണോ ശേഖരിക്കപ്പെട്ടത്, അങ്ങനത്തെ ഒരുപാട് മേഖലകൾ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു മേഖല ഏതെങ്കിലും ഗോഡൌൺ പോലെ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തർഭാഗത്തോ എവിടെ ആയിരിക്കാനാണ് സാധ്യത, ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട മേഖല. ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സൈനികർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയോ ഗോഡൌൺ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മേഖല ആക്രമിക്കുക. അങ്ങനെ അന്നത്തെ റിപ്പോർട്ട് പ്രകാരം 4 വർഷമെങ്കിലും ഇറാഖി സൈനികർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിൽ സംവിധാനിക്കപ്പെട്ട മേഖലയെ അന്ന് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് സമാനമായിരിക്കുന്ന ഒരു രീതിയാണ് ഇവർ പറയുന്നത്, സൈനികരുടെ ആയുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിക്കുക എന്നുള്ളത്. പിന്നീട് ആണവായുധ മേഖല, ആണവ റിയാക്ടർ, ആണവ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖല ഏതാണോ ആ മേഖല ആക്രമിക്കുക. ഈ മേഖല ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2 അഭിപ്രായങ്ങൾ അവിടെ വരുന്നുണ്ട്. അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കുന്ന അമേരിക്കയുടെ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനിക സെന്ററിലേക്ക് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറയുന്നത് പ്രസിഡൻസിന്റെ കോംപ്ലക്സ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ കോംപ്ലക്സ് അല്ലെങ്കിൽ അദ്ദേഹം ഭരണം നിയന്ത്രിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം.
പിന്നീട് ഇറാന്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനിയുടെ പ്രസിഡൻഷ്യൽ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മേഖല, പിന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, റെവല്യൂഷണറി കമാൻഡർ, അവിടുത്തെ കമാൻഡർമാരുടെ ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ 4-5 വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ മേഖല തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ പുറത്ത് വിവരം വന്നു എന്നുള്ളത് തന്നെ ഇസ്രായേലിന്റെ മുൻപുള്ള രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്ന സമയത്ത് 100% അവർ തോറ്റിരിക്കുന്നു എന്നവർ സമ്മതിക്കുന്നതിന് തുല്യമാണ്. കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ശത്രുപക്ഷത്ത് ആക്രമിക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതിന്റെ മുൻകൂട്ടിയുള്ള വിവരങ്ങൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തോട് പറയാത്തത് ഇസ്രായേൽ പറഞ്ഞു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പോരായ്മയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇറാൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം. S-35 എന്നുള്ള യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ മേഖല ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ വരികയാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള വലിയ ശക്തിയുള്ള പ്രതിരോധ സംവിധാനമായിരിക്കുന്ന S-400 ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും എന്നുള്ളതാണ്. അപ്പൊ അവര് ഉപയോഗിക്കുന്ന അതിനപ്പുറമായിരിക്കുന്ന എല്ലാവിധ സംവിധാന കാര്യങ്ങളും റഷ്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ അണിനിരന്നിരിക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറമായ രീതിയിൽ 2000-ഓളം മിസൈൽ സംവിധാനങ്ങൾ, 2000 to 3000 ആണ് പറയുന്നത്, അത്രയും മിസൈൽ സംവിധാനങ്ങൾ അതിശക്തവും വൈദൂരത്തിലേക്ക് പറക്കാൻ പാകത്തിലുമുള്ള മിസൈൽ സംവിധാനം ഇവിടെ ഇറാനിൽ ഒരുക്കിയിരിക്കുന്നു. അക്രമത്തോടനുബന്ധിച്ച് വല്ലാതൊന്നും വൈകാതെ തന്നെ തിരിച്ച് ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുക. അതായത് പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അകത്തുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ആയുധ ശേഖരങ്ങൾ, എയർപോർട്ടുകൾ, സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ ക്വാർട്ടേഴ്സ്, ഈ മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. 100 ലക്ഷ്യങ്ങളെങ്കിലും ഒരേ സമയത്ത് ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്ത സംവിധാനം ഇറാനിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ലക്ഷ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു അയോൺ ഡോമിനും ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല. 200-ഓളം അവർ അയച്ചിട്ടുണ്ട്. അതിൽ 181 അയച്ചത്. 2 അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. അതിൽ 90% ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ള അഭിപ്രായം ഇറാൻ തന്നെ പുറത്തു വന്നതാണ്. അവിടെ ലൈവായിട്ട് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നഗരത്തിൽ മിസൈലുകൾ പതിക്കുന്നതും അവിടെ തീപിടിക്കുന്നതും തകരുന്നതുമായിരിക്കുന്ന ഒരുപാട് ലൈവ് വീഡിയോ ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. കാര്യമെന്ന് പറയുന്നത് ലോകം മുഴുവനും ഞെട്ടലോടുകൂടി കണ്ടൊരു സംഭവമാണ് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം എന്ന് പറയുന്നത്. കൃത്യവും വ്യക്തവും ഉദ്ദേശിക്കുന്ന തരത്തിൽ ലക്ഷ്യം കാണാനും സാധിച്ചിരിക്കുന്ന ഒരു ആക്രമണമാണ്. അതിൽ അവരുടെ എയർബേസിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടക്കുന്ന പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ പുറത്ത് വല്ലാതെ വരാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിന്റെ എയർബേസിന്, അതേപോലെ തന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്, പിന്നെ സായുധ മേഖലയിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, പിന്നെ യുദ്ധവിമാനങ്ങൾ 20-ലധികം യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട മേഖല കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊക്കെയാണ് 20 യുദ്ധവിമാനങ്ങൾ തകർന്നു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്ഥിരീകരണം ഒരിക്കലും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവാത്തത് കൊണ്ട് അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മേഖല മുഴുവനും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ള. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2000 കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തിയത്. അതിൽ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചു എന്നുള്ളത് നല്ല വിഷയം. അതോടുകൂടി ഇസ്രായേൽ പകച്ചുപോയി എന്നുള്ളതാണ്. കൂടെ അമേരിക്കയും. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ മറ്റേതെങ്കിലും ബാഹ്യശക്തികൾ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും തങ്ങൾ അതിന് പ്രതിരോധം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ അമേരിക്കക്ക് പോലും ഈ ഒരു അക്രമത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഈ അക്രമത്തിനെതിരെ ഇറാനെ നേരിട്ട് ആക്രമിക്കാനോ ധൈര്യം ചോർന്നു പോയിരിക്കുന്ന ഒരു വിഷയം കൂടി ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. അപ്പൊ ഇറാന്റെ മേഖലയിൽ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടികൾ കനത്തതും ശക്തിയുള്ളതും താങ്ങാൻ പറ്റാത്തതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടുവൊടിക്കുന്നതുമാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രാഥമിക പരീക്ഷണമായിരുന്നു ഇറാന് ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം പറത്തിയ
ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിൽ അവർക്ക് വിജയിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അയൺ ഡോം എന്ന് പറയുന്നത് ചെറിയ ചെറിയ അതല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തുള്ള ശക്തി കുറഞ്ഞ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമേ സാധിക്കൂ. ഇത് അതിശക്തമായിരിക്കുന്ന വൈദൂര മിസൈലുകളൊന്നും പ്രതിരോധിക്കാനുള്ള സംവിധാനം അയൺ ഡോമിനോ മറ്റെന്തെങ്കിലും പ്രതിരോധ സംവിധാനം കൊണ്ടോ ഇസ്രായേലിന് സാധിക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇറാൻ തെളിയിച്ചതാണ്. അതുകൊണ്ട് അവർ പറയുന്നത്, നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ നിർവഹിക്കാനുണ്ട്, ഒരുപാട് നിങ്ങളുടെ മേഖലയിൽ അക്രമം നടത്താനുണ്ട്, നിങ്ങൾ ശക്തരല്ലെന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. മാത്രവുമല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കലും അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിന് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയുമാണ്. അങ്ങനെ ആ രീതിയിലാണ് അവരങ്ങനെ ആ വിഷയങ്ങൾ പറഞ്ഞു വരുന്നത്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കൊക്കെ സ്വാഗതം ചെയ്യുന്ന പോലെയാണ് യുദ്ധത്തിന് ഇറാൻ ഇസ്രായേലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അപ്പൊ നമ്മൾക്ക് കൂട്ടുന്ന സമയത്ത് ഈ ഒരു അക്രമം യഥാർത്ഥത്തിൽ ഭയപ്പാടോട് കൂടി തന്നെയാണ് ഇസ്രായേൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് അതിജീവിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള സന്ദേഹം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യയുടെ പിന്തുണ അവർക്ക് എല്ലാ സമയത്തും കിട്ടുമെന്നതിനാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല എന്ന തരത്തിലാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.